അതായത് ആദ്യകാലങ്ങളിൽ മാഡത്തിനെതിരെ കുറച്ച് ഫോൺ കോളുകൾ മറ്റും പുറത്ത് കൊണ്ടുവന്ന് മാഡത്തിനെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആരോപണങ്ങൾ പറയുന്നുണ്ടോ? അല്ല, ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ. ആ വീഡിയോയിൽ പറഞ്ഞെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ട് ആ വീഡിയോ പുറത്തോട്ട് കാണിക്കും. മേഡം, സമൂഹത്തിൽ മൊത്തം ഇത്തരത്തിൽ അഭിപ്രായം വരുന്നത് ആയിക്കോട്ടെ, എന്തൊരു പാട്. ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ സംസാരിച്ചു. നിങ്ങൾ വീട്ടിൽ യൂട്യൂബിൽ സംസാരിച്ച് സ്വന്തം അഭിപ്രായം പറഞ്ഞു, ശരി. പക്ഷെ ഒരു സമൂഹത്തെ മൊത്തം ഒരിക്കലും ഇല്ല, അവഹേളിച്ചിട്ടില്ല. ഞാൻ സമൂഹത്തെ എന്റെ സ്വന്തം അഭിപ്രായം പറഞ്ഞു, അത്രയും. ഈ മേഡം പല വേദികളിലും കയറാറുണ്ടല്ലോ. ഈ കറുത്ത ആളുകളുള്ള വേദിയിൽ സദസ്സിൽ മേഡം കയറാറുണ്ടോ? അതിലൊന്നും കാര്യമൊന്നുമില്ല. നമ്മളവിടെ ചെല്ലുമ്പോൾ കറുത്ത ആൾക്കാരുണ്ടോ വെളുത്ത ആൾക്കാരുണ്ടോ നമ്മൾ ചോദിച്ചിട്ടില്ല. മത്സരിക്കുമ്പോ അതിന് സൗന്ദര്യത്തിന് നമ്മള് സൗന്ദര്യമില്ലാത്ത കുട്ടിക്ക് കൊടുക്കുമ്പോഴേ അത് പ്രശ്നമാവുന്നുണ്ട്. ഒഴിവാക്കണമെങ്കിൽ എല്ലാരും വിചാരിക്കും, ഞാൻ മാത്രം വിചാരിച്ച് നടക്കില്ല. അതല്ല ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. ഒരു വ്യക്തിയെ കുറിച്ച് കുറച്ച് സൗന്ദര്യമുള്ളവരും കുറച്ച് കാണാൻ ഭംഗിയുള്ളവരും മോഹിനിയാട്ടത്തിലേക്ക് വന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അതിന് ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കൂടുതലും. അടവുകളും കാര്യങ്ങളൊക്കെ വളരെ ലൈറ്റായിട്ട് ചെയ്താൽ മതി. ഇതിന് ബോഡി മൂവ്മെൻറ്റ്സ് ആണ് മെയിനായിട്ട്. ഉദാഹരണത്തിന് ഒരു പൂതനാമോക്ഷം എടുക്കുമ്പോൾ കൃഷ്ണൻ്റെ അടുത്ത് വന്നിട്ട് കൃഷ്ണനെ കൊല്ലാനുള്ള സംവിധാനം ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങളിൽ വല്ലവർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മുലയിൽ വിഷം തേച്ചിട്ട് പാല് കൊടുത്ത് കൊല്ലുന്നതാണ് കൃഷ്ണൻ്റെ കഥ. ഇതിൽ ഒരു പുരുഷൻ ഈ ബ്രസ്റ്റിനകത്ത് വിഷം തേച്ചിട്ട് കൊടുക്കുന്ന ഒരു സന്ദർഭം പ്രായപൂർത്തിയായ ഒരു പയ്യൻ ചെയ്താലും, അഥവാ ഒരു സ്ത്രീ നല്ല കാണാൻ ഭംഗിയുള്ള ഒരു കുട്ടി ബ്രസ്റ്റൊക്കെ നല്ല ലെവലിൽ നിർത്തിയിട്ട് ചെയ്യുന്ന ഒരു കുട്ടി ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടാവും. ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കണ പോലെ ഓടിങ്ങിട് വന്നിട്ട് മോഹിനിയാട്ടം കളിക്കുന്നതല്ല. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. മത്സരത്തിന് ഒരു കുട്ടി 10 മിനിറ്റ് കളിക്കുന്നതല്ല മോഹിനിയാട്ടം. ഒരു വർണ്ണം അരമണിക്കൂർ 3/4 മണിക്കൂറുള്ള ഒരു വർണ്ണം മോഹിനിയാട്ടത്തിൽ ഏറ്റവും മേജറായിട്ടാണ് വർണ്ണം. അതിനകത്തൊരു കുട്ടീനെ നമ്മൾ 9:50 മിനിറ്റിലാണ് കട്ടനിടുന്നത്. 10 മിനിറ്റിലാക്കി കഴിഞ്ഞാൽ കട്ടനിടും. യൂണിവേഴ്സിറ്റിക്ക് 14:50. ഇതിനകത്തൊരു കഥയോ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട് അവസാനിപ്പിക്കാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ അത്രയും ഷോർട്ടാക്കിയിട്ടൊരു മോഹിനിയാട്ടം നമ്മൾ അവതരിപ്പിക്കുമ്പോഴേ ഈ വക സെക്സ് രൂപേണയുള്ള ഒരുപാട് ഐറ്റംസാണ് മോഹിനിയാട്ടത്തിലുള്ളത്. ഒരു കുട്ടി മണിയറ ഒരുക്കുന്നു ഭർത്താവിന് വേണ്ടി, അങ്ങനെ എന്താ ഒരുപാടുണ്ട് പറയുകയാണെങ്കിൽ. അല്ല ഞാൻ പറഞ്ഞു കഴിയട്ടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാം സൗന്ദര്യം എന്ന് പറഞ്ഞൊരു മാനദണ്ഡം. ഒരു മണിയറ ഒരു പുരുഷൻ ഒരുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും? അത് ഈ കലയിൽ എന്തിനാണ് നിങ്ങൾ ലിംഗവിവേചനവും ഓരോ ലിംഗം എന്ന് പറഞ്ഞാൽ അതായത് മോഹിനിയാട്ടത്തിന് പെൺകുട്ടികളെ ചെയ്യാവുന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അതെന്റെ അഭിപ്രായം കുട്ടിയത്. ആയിക്കോട്ടെ, നിങ്ങൾ കലാകാരിയായിട്ട് എന്നെ അംഗീകരിക്കണ്ട ഇനി. അപ്പൊ കഴിഞ്ഞില്ലേ? വേണ്ട. അയ്യോ, നമസ്കാരം. കൈരളി ചാനലിൽ നമസ്കാരം. അംഗീകരിക്കാൻ ഏത് ചാനൽ മേഡത്തോടൊപ്പം കലാമേഖലയിൽ നിൽക്കുന്ന ആളുകൾ ഒന്നടങ്കം പറയുകയാണ് കലാകാരിയായി തുടരാൻ മേഡത്തിന്. നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഒരു വിരോധമില്ല. വേണ്ട, നിങ്ങളെല്ലാവരും ഒരമ്മ മക്കളാന്ന് എനിക്കറിയാം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പൊ പിന്നെ നിങ്ങളെല്ലാവരും ഒന്നിച്ചല്ലേ പറയുള്ളൂ. ഞാനാ പിൻവലിക്കാൻ? ഞാൻ ആരും അതിന് തേജാവധം ചെയ്തിട്ടില്ല. ഞാനൊരു തേജാവധം ചെയ്തിട്ടില്ല. എനിക്ക് ഇനി പറയാനായിട്ട് ഇതുപോലെ വേദികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലുകാർ അല്ല നിങ്ങളെ പോലുള്ളവർക്ക് വരുമല്ലോ. ചാനലുകാർ വരുമ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ 66-ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? ഞാൻ പറയും. ഒരു മര്യാദയും മാനദണ്ഡമൊന്നുമില്ല. ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിന് സംസാരിച്ചു. ഇനിയിപ്പോൾ എന്തോന്നാ പബ്ലിക്കായിട്ട് എന്ത് സംസാരിച്ചാലും ഒരു കവലയിൽ നിന്ന് ഇവിടെ നിന്ന് സംസാരിച്ചാലും ഞാൻ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാലേ പ്രശ്നമുള്ളൂ. ഞാൻ ഒരു ജാതി മതം പറഞ്ഞാലേ പ്രശ്നം. ഇതെന്തൊരു പാട് പിന്നെയും പറയും. കറുപ്പും വെളുപ്പുന്ന ഞാൻ ചോദിക്കട്ടെ, സങ്കടം സന്തോഷം, കറുപ്പ് വെളുപ്പ്, രാവ് പകല്, ഇതൊക്കെ എന്തിനാ വാക്കുകൾ? പിന്നെ ഞാൻ ചോദിക്കട്ടെ, എന്തിനാ ഈ വാക്കുകളൊക്കെ ഉണ്ട്? അല്ല, മൃഗവും മനുഷ്യനും കൂടെ ഒന്നിച്ച് ചേർക്കണ്ട. ഞാൻ പറഞ്ഞതിന് നിങ്ങൾ ചേർത്താൽ സങ്കടവും ശരി. അല്ല വേണ്ട, കേക്കണ്ട. ഇല്ല, കേക്കണ്ട. നിങ്ങൾ കേക്കണ്ട. പറഞ്ഞത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് മാഡത്തിനെതിരെ
പൊതുവികാരം ഉയർന്നിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം, എൻ്റെ പൊന്നെ, എനിക്ക് അവരെന്നെ എന്ത് പറഞ്ഞാലും ഒരു വിരോധമില്ല, ഒരു വിരോധമില്ല. എനിക്ക് അങ്ങനെയില്ല. ഞാൻ ധാഷ്ട്യം ദീഷ്ട്യൊന്നും അല്ല ഇത്. ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. വൃത്തികേടെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ, നിങ്ങൾ തീരുമാനിച്ചോളൂ. ഇത് പറയാനാണോ നിങ്ങൾ വന്നത് എന്നെ ചോദ്യം ചെയ്യാനും? എന്തിന് നിറവ്യത്യാസം? അതാ ഞാൻ പറഞ്ഞ കറുപ്പ് വെളുപ്പിന്റെ അടിസ്ഥാനത്തിൽ കലാകാരന്മാരെ വേർതിരിക്കുന്നത് അത് ശുദ്ധ മലയാളം എന്ന് പറഞ്ഞ എൻ്റെ സ്വന്തം അഭിപ്രായം. അത് നിങ്ങളെ ആരുടെ സർട്ടിഫിക്കറ്റ് അല്ല, എത്രയോ സ്ഥലത്ത് മത്സരത്തിന് ജഡ്ജായിട്ട് പോയിട്ട് അങ്ങനെ ഇട്ടായിട്ടുണ്ട്. ആരാ? അതാ പറഞ്ഞ നിങ്ങളെ നല്ല ഒരു കറുത്ത ഒരു കുട്ടീനെ കൊണ്ടുപോവാ. ഇപ്പോഴത്തെ കുറെ പയ്യന്മാരും മേക്കപ്പിന് നല്ല നോക്കിട്ടെ ഞാൻ പറയട്ടെ, ഇയാൾ മിണ്ടായി ഒരു നല്ല ഇത്തിരി നിറം കുറവുള്ള കറുത്ത കുട്ടീനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇപ്പം മേക്കപ്പ് ചെയ്യുന്ന പണ്ടത്തെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊന്നുമല്ല. ചില പയ്യന്മാരൊക്കെ ചെയ്യുന്നത് കണ്ടാണല്ലോ, നമ്മൾ കുട്ടികളെ പോലും തിരിച്ചറിയില്ല. ആ തരത്തിൽ ചെയ്യുന്ന മേക്കപ്പ് ചെയ്യുന്ന പയ്യന്മാരുണ്ട്. അങ്ങനെ കുറേ കുട്ടികൾ ഇപ്പം രക്ഷപ്പെടുന്നുണ്ട് മത്സരത്തിന് വന്നിട്ട്. അറിയേയില്ല ആ കുട്ടി ഇങ്ങനെ മേക്കപ്പിൽ കാര്യമുണ്ട്. അല്ല കളിക്കും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ ഡാൻസിനെ കുറിച്ചും അതിന്റെ കളിയെ കുറിച്ചും നിങ്ങൾക്ക് പറയാൻ എങ്ങനെ അറിയാം? ഇല്ല, ആണല്ല, നിങ്ങൾക്ക് വന്നിട്ടും സൗന്ദര്യം മാത്രം അറിഞ്ഞാൽ മേഡം ആരുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, ആരും വ്യക്തിപരമായി പറഞ്ഞിട്ടില്ല. ഇത് പറയുമ്പോൾ RLV രാമകൃഷ്ണന്റെ കൊള്ളാൻ എന്തായിരിക്കും കാരണം? എനിക്ക് അറിഞ്ഞൂടെ എന്താ? ഇല്ല ഒരു പ്രശ്നമില്ല. എന്ത് പ്രശ്നം? അതിനാരാ ആ രാമകൃഷ്ണൻ എന്നുള്ളത് നിങ്ങൾക്ക് ആള് പോയിരിക്കും, എവിടെ ഇല്ല. തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത് ഇതിനെക്കുറിച്ച് പറയുന്നത് സ്വാഭാവികവും മനസ്സിലാവില്ല. അയാളെ കുറിച്ച് പറയുന്നത് എന്റെ പൊന്നെ, നമ്മളങ്ങനെ എന്തെല്ലാം പറയും. പറഞ്ഞിട്ട് നമ്മളൊരാളുടെ പേര് പറഞ്ഞാലും കുഴപ്പമുള്ളൂ. അതാ പറഞ്ഞത്. അപ്പൊ ആ വ്യക്തി, നിങ്ങൾ പറയണ ആ വ്യക്തി ഇപ്പൊ കേസിന് പോകുന്ന പറയണം. കേസിന് പോട്ടെ. അതിലും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ വന്നെടുക്കുന്നത്. കറുത്ത ഒരു കുട്ടിക്ക് ഈ ഡാൻസ് കളിക്കാനോ മത്സരത്തിൽ പങ്കെടുക്കാനോ അവകാശമുണ്ടോ? ഇല്ല. എന്താ കറുത്തൊരു കുട്ടിക്ക് ഈ മോഹിനിയാട്ടം പഠിച്ച് മത്സരത്തിൽ പങ്കെടുക്കാനോ താങ്കളുടെ അഭിപ്രായ പ്രകാരം? അല്ല, അഭിപ്രായ പ്രകാരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് ചെയ്ത് വൃത്തിയാക്കുന്ന കുറെ പയ്യന്മാരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ആ കുട്ടി നല്ലപോലെ കളിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അങ്ങനെ ഉള്ള കുട്ടിക്ക് ഈ കല പഠിച്ച് മത്സരത്തിൽ പങ്കെടുക്കാൻ താങ്കൾ പറയുന്ന പ്രകാരമാണെങ്കിൽ യോഗ്യതയുണ്ടോ? അതന്നെ പറഞ്ഞെന്ന്. പഠിപ്പിക്കണോണ്ടും കളിക്കണോണ്ടും ഞങ്ങൾ ഒരേ മത്സരത്തിൽ പോകുമ്പോ എന്തെന്നാണ് ഒരാൾ ചോദിക്കുമ്പോ പിന്നെ അതിന്റെ ഇടയിൽ കയറി ഇയാൾ ചോദിക്കണത്? അതന്നെ അദ്ദേഹം ചോദിക്കല്ലേ. അപ്പൊ അതിന്റെ ആൻസർ പറയട്ടെ. ചോദിക്കുന്നത്. അപ്പൊ ആ കുട്ടി കളിക്കുമ്പോ ഞാൻ പറയാറുണ്ട്, സൗന്ദര്യ മത്സരത്തിന് സൗന്ദര്യത്തിന് മോളെ ഒരു കോളമുണ്ട്, അതിനകത്ത് ഇന്ന ആളെ മേക്കപ്പിന് വിളിച്ചോ. മനസ്സിലായില്ലേ? അത് പൈസ കൂടുതലാണ്. അല്ല, സാധാരണക്കാരെ വിളിക്കുമ്പോൾ ഇത്തിരി സൗന്ദര്യമുള്ള ഒരു കുട്ടിയാണ് കളിക്കണമെങ്കിൽ അതിന്റെ രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ പഠിക്കണോണ്ട് എന്ത് കുഴപ്പം? കടുത്ത കുട്ടികൾ പരിശീലനത്തിൽ വരുമ്പോൾ അവരെന്നെ കാശും വാങ്ങി പരിശീലനം കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അവർ പിന്നെ തട്ട കയറുന്നതാണ് പ്രശ്നം അല്ലേ? തട്ട കയറുമ്പോൾ നമ്മളൊരു ഗുരു എന്നുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. കുട്ടി അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷിച്ചു അങ്ങനെയാണെങ്കിൽ കാശ് വാങ്ങി അവരെ പരിശീലിപ്പിക്കില്ല. കാശ് മേടിച്ചിട്ട് കാര്യം പറയും. അങ്ങനെയാണ്. വല്ലാതെ സൗന്ദര്യത്തിന് ഒരു കോളുണ്ടെന്ന് നേരത്തെ പറയുമ്പോ കറുപ്പും വെളുപ്പും വേർതിരിക്കണമെന്നല്ല പറഞ്ഞേക്കുന്നത്. സൗന്ദര്യം അവരുടെ മുഖത്തുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് മേക്കപ്പ് ഇടുമ്പോൾ വരുന്നതിനല്ല സൗന്ദര്യം എന്ന് പറയുന്നത്. പിന്നെ അല്ലാതെ എങ്ങനെയാ? നെൽസൺ മണ്ടേല സുന്ദരനാണോ അതോ വിരൂപിയാണോ? അത് നമുക്ക് ഞാൻ പിന്നീട് അറിയിക്കാം. റിപ്പോർട്ടറെ അറിയിക്കാം. അതന്നെ ഇയാളെ അറിയിക്കാടോ. റിസർച്ച് നടത്തേണ്ട ആവശ്യമുണ്ടോ?